നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രി യാത്രയ്ക്കപ്പുറം ഏഞ്ചലിന്റെ കൊലപാതകത്തിന് മറ്റു കാരണങ്ങളെന്ന സംശയം ഉയരുകയാണ്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായുള്ള സാത്താൻ സേവ പോലുള്ള ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നു ഏഞ്ചൽ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ബൈബിൾ വലിച്ചെറിയുവാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ഇതായിരുന്നു ഏഞ്ചലിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഏവരുടെയും കണ്ണിൽ പതിഞ്ഞ ചുവരിലെ എഴുത്ത്. ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മങ്ങളിൽ നിന്നുമുള്ള മോക്ഷം, ആത്യന്തിക മൂർത്തി. പരമ്പരാഗത വിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനായിരിക്കും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ കുറിച്ചത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വരികൾ? സാത്താൻ സേവയുമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസവുമായി അടുത്തു നിൽക്കുന്ന ഒരു വാചകമാണിതെന്നാണ് കരുതപ്പെടുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കുകയും പിന്നീട് അത് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് എത്തുകയും ഏറ്റവും ഒടുവിൽ തർക്കത്തിനിടെ മതഗ്രന്ഥം വലിച്ചെറിയുവാൻ ശ്രമിക്കുകയും ചെയ്തതും മാതാപിതാക്കളെ പള്ളിയിലേക്ക് പോകുന്നത് വിലക്കിയതുമെല്ലാം സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. രാത്രി യാത്രയ്ക്കപ്പുറം കൊലപാതകത്തിലേക്ക് മറ്റു കാരണങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇതിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇത് തന്നെയാണ് മരണകാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോൻ എന്ന ഫ്രാൻസിസിന്റെയും ജെസിയുടേതും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസം പുറത്തേക്ക് പോയി. 11 മണിയോടെ വൈകി എത്തിയപ്പോൾ അത് പിതാവ് ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോക്ഷാകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി ഏഞ്ചൽ. ബൈബിൾ വലിച്ചെറിയുവാൻ പിടിമുറുക്കിയതോടെയാണ് ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കിയത്. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈകൾ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ ജാസ്മിനെ ജോസ്മോൻ വീണ്ടും കഴുത്തുഞെരിച്ച് മരണമുറപ്പാക്കി. കന്യാസ്ത്രീ പഠനം സ്വന്തമായി തിരഞ്ഞെടുത്ത് അത് പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞ് നാട്ടിലെത്തിയ ഏഞ്ചലിനെ അയൽവാസി ഇന്നും ഓർക്കുന്നുണ്ട്. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേശീയ ഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും ഇവർ പറയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവളുടെ സ്വഭാവം മാറുന്ന ഒരു പ്രകൃതമായിരുന്നുവെന്നാണ് ഭർത്താവ് പ്രഹീന് മൊഴി നൽകിയിട്ടുള്ളത്. എല്ലാവരോടും ദേഷ്യം വച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോട് ഒഴികെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും സൗമ്യമായി ഏഞ്ചൽ ഇടപെട്ടു തുടങ്ങി. ചൊവ്വാഴ്ച 9:30 ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ 9:30 മുതൽ 11:30 വരെ എവിടെയായിരുന്നു? ഒറ്റയ്ക്കുള്ള രാത്രി യാത്രകളും വിചിത്ര സ്വഭാവവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി നിൽക്കുകയാണ്. താമസിച്ചു വരുന്നതുകൊണ്ട് ഒരു കൊലപാതകത്തിന് കാരണമായി മാറുമോ? ഏതെങ്കിലും മാതാപിതാക്കൾ ഈ ഒരു കാരണം കൊണ്ട് മകൾ എങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുമോ? അതിനൊക്കെയുള്ള ഉത്തരമാണ് ഏഞ്ചലിന്റെ രാത്രി യാത്രകളെ വഴിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. പിതാവ് ജോസ്മോൻ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുമ്പോൾ കുതറി മാറുവാൻ ശ്രമിച്ച ജാസ്മിനെ പിടിച്ചുവെച്ച് കൊലപ്പെടുത്തുവാൻ സഹായിച്ചത് പെറ്റമ്മയായ ജസ്മോളായിരുന്നു. പിന്നാലെ സാധാരണ മരണമെന്ന് മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. കൊലപാതകം മറച്ചുവെക്കുവാനുള്ള ആസൂത്രണം നടത്തിയത് ഈ മാതൃ സഹോദരൻ അലോഷ്യസ് പീറ്റർ ആയിരുന്നു. രാത്രി 11 മണിയോടെ ഏഞ്ചൽ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അലോഷ്യസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് പറയുവാൻ മൂവരും കൂടി തീരുമാനിച്ചു. 12 മണിയോടെ അലോഷ്യസ് മടങ്ങി പോകുന്നു. പിറ്റേന്ന് രാവിലെ 6:30 മകൾ മരിച്ചുവെന്ന് പറഞ്ഞു കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. ഇത് കേട്ടെത്തിയ അയൽവാസികൾക്ക് സംശയമൊന്നും തോന്നിയില്ല. മരണ വിവരം പോലീസിൽ അറിയിക്കേണ്ടെന്ന് വീട്ടിലെത്തിയ വാർഡംഗത്തോട് അമ്മാവൻ അലോഷ്യസ് പറഞ്ഞതാണ് കുരുക്കിനിടയാക്കിയത്. ഏഞ്ചൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുവെന്നാണ് ഇയാൾ എല്ലാവരെയും അറിയിച്ചത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് പിന്നീട് കേസെടുത്തത്. ഈ ആത്മഹത്യ ചെയ്ത കാര്യം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുമെന്ന് കരുതി അത് മറച്ചു വെച്ചതാകാമെന്ന് കരുതിയാണ് ഹൃദയാഘാതമെന്ന് പറഞ്ഞു പരത്തിയതെന്ന് കരുതി ഈ ഫ്രാൻസിസിനെ ചോദ്യം ചെയ്യുവാനായി പോലീസ് ശ്രമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇയാൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ പറയുന്നത്, ഞാൻ അവളെ കൊന്നു സാറേ എന്ന്. ഒരു നിമിഷമൊന്ന് നടുങ്ങി പോലീസ്. കൂടാതെ പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളെ തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലും ആരംഭിച്ചു. മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഏഞ്ചലിന്റെയോ പിതാവിന്റെയോ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് ഇതോടെ മറ്റൊരാളുടെ സഹായം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു. മകൾക്ക് അനുസരണ തൊട്ടു തീണ്ടിയിട്ടില്ല. കന്യാസ്ത്രീയാകാൻ വിട്ടപ്പോൾ അത് പറ്റില്ലെന്ന് കണ്ട് തിരിച്ചു വന്നു. പിന്നീട് മകളെ പ്രഹീനെ കൈപിടിച്ചു നൽകി. പക്ഷേ 3 വർഷത്തിനിടെ പലതവണ ദമ്പതികളുടെ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് ആ കുടുംബം മാനസിക സംഘർഷം നേരിടുകയായിരുന്നു. സാധാരണഗതിയിലൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ട പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ കഴിയണമെന്നാണ് സാധാരണ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്.
ഏഞ്ചലിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഫ്രാൻസിസും ജെസിയും ആഗ്രഹിച്ചതും. എന്നാൽ കുത്തഴിഞ്ഞ ജീവിതം എന്ന അവളുടെ തന്നെ ഏഷണി പറഞ്ഞു നാട്ടിലെ പ്രധാന മഞ്ഞപത്രക്കാരൊക്കെ ഫ്രാൻസിസിന്റെ മനോനില തെറ്റിച്ചുവെന്നും പറയുന്നു. പതിവ് പോലെ ലാബ് ടെക്നീഷ്യയായ ഏഞ്ചൽ ജോലി കഴിഞ്ഞ് 9:30 പുറത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും പിതാവ് അത് തടഞ്ഞു. പോകരുതെന്ന വിലക്കിനെ മറികടന്ന് തന്റേടിയായ മകൾ പോയ അമർഷം അടക്കിവെച്ച പിതാവ് ഏത് വിധേനയും ആ പെൺകുട്ടിയെ കൊല്ലുവാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. പിന്നാലെ മകൾ എത്തുമ്പോഴാണ് ഇതേ ചൊല്ലി തർക്കമുണ്ടാവുകയും പിതാവിനെ ഇത്തരത്തിൽ കുപ്പിയെടുത്ത് എറിയുകയും ഇതേ തുടർന്ന് പിടിവലി ഉണ്ടാവുകയും മകളുടെ കൈ പിടിച്ചുവെച്ച് അമ്മ കൊല്ലാനായി എറിഞ്ഞുകൊടുത്തതും. ഇതോടെ തറയിൽ വീണ തോർത്തെടുത്ത് ജാസ്മിന്റെ കഴുത്ത് പിതാവ് മുറുക്കി. ശാരീരികമായി പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഏഞ്ചൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബോധരഹിതയായപ്പോൾ എല്ലാവരും അത് പകച്ചു. പിന്നീട് ഫ്രാൻസിസ് തന്നെ തോളിൽ കയറ്റിക്കിടത്തി മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഈ സമയം ശ്വാസം എടുക്കുന്നത് കണ്ടതോടെ വീണ്ടും ഫ്രാൻസിസ് നിലമറന്ന് കഴുത്തിൽ കുരുക്കുമുറുക്കി. മകളുടെ മരണം അനിവാര്യമാണെന്ന് തോന്നും വിധം ജെസി കയ്യിൽ മുറുകെ പിടിച്ചു. പിന്നീടാണ് ആ മാതാപിതാക്കൾ ചിന്തിച്ചത് ഏതുവനേനെയും ഈ ഒരു വിവരം പുറത്തേക്ക് വരരുതെന്ന്. പക്ഷേ ഈ വീടിനുള്ളിൽ നാട്ടുകാർ അറിയാത്ത പല കാര്യങ്ങളും നടന്നിരുന്നു. ഇത്തരത്തിൽ ഏഞ്ചൽ എന്താണ് വഴിവിട്ട് ചെയ്തിരുന്നത് എന്നുള്ള ഒരു ദുരൂഹതകളൊക്കെ ഇവിടെ ഉയരുകയാണ്. ഏഞ്ചലിന്റെ രാത്രി യാത്രകൾ, ആർക്കൊപ്പമായിരുന്നു ആ രാത്രി യാത്രകൾ, എന്തിനു വേണ്ടിയായിരുന്നു, അതൊക്കെ ഈ കുടുംബത്തിന് പല കാര്യങ്ങളും അറിയാം. നാട്ടുകാർ അറിയരുതെന്ന് കുടുംബം ഭയപ്പെട്ടിരുന്ന എന്തൊക്കെയോ ഈ ഒരു വിഷയത്തിലുണ്ട്. എല്ലാം കൊണ്ടും ആ കുടുംബം സഹികെട്ടിരുന്നു. തുടർന്ന് അവളുടെ കാലന്മാരായി മാറി. കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വിലക്കിയിട്ടും വീണ്ടും പോയതിലുള്ള വിരോധം പറഞ്ഞാൽ അനുസരിക്കാത്തതുമാണ് ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്നാണ് അച്ഛൻ പറയുന്നത്. തെളിവെടുപ്പിനിടെയായിരുന്നു പിതാവിന്റെ ആ പ്രതികരണം. ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പോകുന്നത് ഇതിനെ ചൊല്ലി മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മകളുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ വീട്ടിലൊക്കെ നടക്കുമ്പോൾ ജോസ്മോനും ജെസിയും പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അവസാനമായി മകളെ കാണുവാൻ ഇരുവരും ആഗ്രഹം പോലും പ്രകടിപ്പിച്ചില്ല. ചോദ്യം ചെയ്യലിൽ ജെസി ആദ്യം കരഞ്ഞു. പക്ഷേ പിന്നീട് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. പകൽ ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രിയിൽ സെക്യൂരിറ്റി പണിയും ചെയ്ത് കുടുംബം നോക്കുന്ന ജോസ്മോനോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ഒരുവിധ ബഹളങ്ങളിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷെ കൊലപാതകം നടത്തുവാൻ കൂട്ടുനിന്നതിനാണ് ജെസി അറസ്റ്റിലായത്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഏഞ്ചൽ ജാസ്മിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി പിണങ്ങി നിന്നിരുന്ന ഭർത്താവ് പോലും ഏഞ്ചലിനരികിൽ ഏറ്റവും ഒടുവിലായി വന്നു. മുത്തച്ഛൻ സേവ്യറും മുത്തശ്ശി സൂസമ്മയും സഹോദരി ബ്ലേസിയുമായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. വീട്ടിലും സംസ്കാരം നടന്ന ഓമറപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലും ഭർത്താവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ നടിക്കിയ വെള്ളറട കൊലപാതകത്തിലും ഇത്തരമൊരു സാമ്യത കാണാൻ കഴിയും. പുറമേയുള്ളവരോടെല്ലാം സൗമ്യനായിരുന്നു പ്രജിൻ. പക്ഷേ വീടിനുള്ളിൽ ഇയാൾ വ്യത്യസ്തനായിരുന്നു. പള്ളിയിൽ പോകുവാൻ വിളിച്ചാൽ ഇയാൾ വളരെയധികം വയലന്റ് ആകുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരനായിരുന്നു. കൂടാതെ രാത്രി യാത്രകൾ, പലപ്പോഴും ഒറ്റയ്ക്ക് രാത്രികളിൽ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോവുക, കൂടാതെ റൂമിനുള്ളിൽ വളരെ പ്രാകൃതമായ രീതിയിൽ പെരുമാറുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രജിൻ വേറിട്ടൊരു ജീവിതമാണ് നയിച്ചതെന്നാണ് കുടുംബം ആവർത്തിച്ചിരുന്നത്. പലപ്പോഴും ഈ ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് ഈ നാട്ടിലേക്ക് തിരികെ എത്തിയത്. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി. ഇതിനിടെ 1.5 ലക്ഷത്തോളം രൂപയാണ് വീട്ടുകാർ നൽകിയത്. പക്ഷേ സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കണ്ടതെന്നാണ് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. ഏഞ്ചലിന്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. മതപഠനത്തിന് അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീയാകാനായി പോകുന്നു, തിരിച്ച് കന്യാസ്ത്രീ പട്ടം അണിഞ്ഞു വരുന്നു, തുടർന്ന് അത് വേണ്ട എന്ന് ഉപേക്ഷിക്കുന്നു. പിന്നാലെ സ്വഭാവങ്ങളൊക്കെ വലിയൊരു മാറ്റം. സുഹൃത്തുക്കളോടും അയൽക്കാരോടും ഒക്കെ വളരെ സൗമ്യയായിരുന്ന ഏഞ്ചൽ പക്ഷെ വീട്ടിൽ മറ്റൊരു സ്വഭാവക്കാരിയായിരുന്നു. ഏഞ്ചലിനെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ബുദ്ധിമുട്ടെന്നാണ് ഭർത്താവ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വളരെ വയലന്റായി പെരുമാറുക, പിന്നീട് നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പലപ്പോഴായി ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക, അതിനെ സംബന്ധിച്ച് എന്ത് വന്നാലും തനിക്ക് പ്രശ്നമില്ല എന്ന് ഏഞ്ചൽ വളരെയധികം വയലന്റായി സംസാരിക്കുക, ഇതൊക്കെയാണ് നടന്നതെന്ന് ഭർത്താവ് മൊഴി നൽകുന്നുണ്ട്. 15 വർഷമായി തങ്ങൾ അവളെ സഹിക്കുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. പരിസരവാസികളടക്കം ജോസ്മോന് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യം ആ വീടിനുള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് 15 വർഷമായി ആ മാതാപിതാക്കൾക്ക് മകളെ സഹിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടായിരിക്കാം വീടിനുള്ളിൽ ഒരു സ്വഭാവവും പുറത്തേക്ക് മറ്റൊരു സ്വഭാവവും ഏഞ്ചൽ പ്രകടിപ്പിച്ചിരുന്നത്? വളരെ അത്ഭുതകരമാണ് ഇത്തരം കാര്യം. കടുത്ത വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ഏഞ്ചലിന്റെ സ്വഭാവമാറ്റം വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.